ക്കുന്നു. ഈശോ അവസാനം കൈയെടുത്ത് ആശീർവദിച്ച ശേഷം ഗ്രാമത്തിലേക്ക് ശിഷ്യരോടൊപ്പം പോകുന്നു. ആ വൃത്തികെട്ടവർ ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയാ? ഫിലിപ്പ് ചോദിക്കുന്നു. ആളുകൾ വഴിയിൽ സംസാരിക്കുന്നത് തടയാൻ കഴിയുമോ? അൽഫേയൂസിന്റെ പുത്രൻ യൂദാസ് മറുപടി പറയുന്നു. ഇല്ല, എന്നാൽ നമ്മൾ അവർക്ക് ഭ്രഷ്ടരാണല്ലോ. ഓ, സാരമില്ല, അതോർത്ത് നിനക്ക് വിഷമമാണോ? ഗുരു അക്രമമൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വിഷമം വരുത്തുന്നത്. അവർക്കതറിയാവുന്നതുകൊണ്ട് അതിൽ നിന്ന് അവർ മുതലെടുക്കും. പത്രോസ് പിറുപിറുക്കുന്നു. സൈമണോടും കറിയോത്തുകാരനോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈശോ തന്നെ കാണുന്നില്ല എന്നാണ് പത്രോസ് വിചാരിക്കുന്നത്. എന്നാൽ ഈശോ അത് കേൾക്കുന്നുണ്ട്. പകുതി ഗൗരവവും പകുതി പുഞ്ചിരിയുമായി തിരിഞ്ഞു ചോദിക്കുന്നു, ഞാൻ അക്രമം